നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശബ്ദമുണ്ട്, അത് പ്രേക്ഷകർ കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. പവർ ടീം പിടിച്ചെടുക്കാനുള്ള നിങ്ങളുടെ രണ്ടാമത്തെ ചാലഞ്ചാണിത്. നിങ്ങളുടെ ശബ്ദം പ്രേക്ഷകർക്ക് കേൾക്കാനുള്ള അവസരമാണ് ഈ ചാലഞ്ച് ടാസ്ക്. ഇപ്പൊ എല്ലാരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. ടാസ്ക് ലെറ്ററിൽ പോലും ബിഗ് ബോസ് ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് തരാനിരുന്നത് മറ്റൊരു ടാസ്ക് ആണ്, പക്ഷെ മത്സരവീര്യം ആവശ്യമുള്ള ഒരു ടാസ്ക് ഈ സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ടാസ്ക് ഫൈനലൈസ് ചെയ്തത് എന്ന് പറഞ്ഞ ബിഗ് ബോസ് രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു ഇത്തവണ. എന്തായാലും ഈ ഒരു ടാസ്കിന്റെ ഫസ്റ്റ് റൗണ്ട് നെക്സ്റ്റ് ടീം ആയിരുന്നു. ഉറപ്പുള്ള പൊട്ടാത്ത പലകയും പൊട്ടുന്ന പലകയും ഉണ്ട്. അതിലെ പൊട്ടുന്ന പലകയും പൊട്ടാത്ത പലകയും നോക്കി ചാടണം. നിലം തൊടാതെ തോറ്റു നെക്സ്റ്റ് ടീമിലെ 4 പേരും. പിന്നെ ഡെൻ ടീം 2 പേരായിരുന്നു, അർജുനും പിന്നെ മുടിയനും. മുടിയൻ ആദ്യത്തെ 2 കട്ടയിലേക്ക് കാല് വെച്ചപ്പോഴേ തോറ്റു. പിന്നെ അർജുൻ ഒരു വീഴ്ച വീണു, എമ്മാതിരി ഒരു ഫോളായിരുന്നു അത്. ചാടി അങ്ങ് ചങ്കത്തടിച്ച് വീണു നമ്മുടെ അർജുന. ഒരു നിമിഷത്തേക്ക് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഹൃദയാഘാതം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ഇതായിരുന്നു, ഫോളായിരുന്നു അത്. പുള്ളി ഓക്കെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെഡിക്കൽ റൂമിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാസ്ക് ലക്ക് നല്ല രീതിയിൽ ആവശ്യമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അപ്സരയൊക്കെ പറഞ്ഞത് കറക്റ്റാണ്. ബിഗ് ബോസ് അതിനൊരു കൗണ്ടറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, വേറുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഭാഗ്യമുള്ളവർ കറക്റ്റ് പലകയിൽ ചവിട്ടി ചാടി ഇങ്ങേ അറ്റത്ത് എത്തിച്ചേക്കും. അതാണ് ഈ ഒരു ടാസ്കിന്റെ രീതി. ആ രീതിയിലുള്ള ഒരു ഫിസിക്കൽ ടാസ്ക് ആണ് ഇത്. ആദ്യം ബിഗ് ബോസ് കൊടുത്ത ഹൈപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഭയങ്കര എന്തെങ്കിലും ഡിബേറ്റ് ടാസ്കോ മറ്റോ ആയിരിക്കുമെന്ന്. ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ലൈവ് കാണുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ഒരു പ്രത്യേകതയും തോന്നാത്ത രീതിയിലുള്ള ഒരു ടാസ്ക്, വെറുതെ ഒരു ടാസ്ക് എന്നേ ഉള്ളൂ. അത്ര ഭയങ്കര അടിപൊളി ടാസ്ക് ഒന്നുമല്ല. പിന്നെ നമ്മളൊക്കെ ആ ഒരു പഴയ വീക്ക്ലി ടാസ്ക് കോൺസെപ്റ്റിന്റെ ആരാധകരാണ്. വീക്ക്ലി ടാസ്ക് ആണ് നമുക്കൊക്കെ എപ്പോഴും താല്പര്യം. അല്ലാതെ ഈ ടാസ്കിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മാറ്റിപ്പിടിക്കലിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീക്ക്ലി ടാസ്കുകൾ തന്നെ ഏതൊക്കെ രീതിയിലുള്ള എത്ര അടിപൊളി ടാസ്കുകൾ കൊടുക്കാം. ഇതിപ്പോ ഈ സീസണിൽ വെറുതെ നശിപ്പിച്ചു കളഞ്ഞ ആ ഒരു വീക്ക്ലി ടാസ്ക് കൺസെപ്റ്റിനെ. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റ്. ഒരു വീക്ക് ഡേ ലൈവ് ഇത്രയും ബോറടിച്ചിരുന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും